മനുഷ്യന് ഏറ്റവും ഇഷ്ടം ദൈവവിലേക്ക് എഴുന്നേൽക്കുന്നവരെ നിന്ദിക്കുക എന്നുള്ളതാണ്. പ്രിയ ദൈവവേദലേ, ദൈവം അറിയുന്നു നിന്നെ നിന്ദിപ്പാൻ അവർ കാരണം അന്വേഷിക്കുന്നു. കാരണം അവർ ചെയ്യുന്നത് എന്തെന്ന് അവരറിയുന്നില്ല. പൗലോസ് പറയുകയാണ്, ദൈവം അറിയുന്നു എന്നെ നിന്ദിപ്പാൻ കാരണം അന്വേഷിക്കുന്നവർക്ക് കാരണം അറുത്തു കളയേണ്ടതിന് ഞാൻ ചെയ്യുന്നത് മേലാലും ചെയ്യും. അവർ പ്രശംസിക്കുന്ന കാര്യത്തിൽ ഞങ്ങളെപ്പോലെ അവരെ കാണട്ടെ. എങ്ങനെയുള്ളവർ കള്ള അപ്പോസ്തലന്മാർ, കപടവേലക്കാർ, ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാരുടെ വേഷം ധരിക്കുന്നവരത്രേ. അത് ആശ്ചര്യവുമല്ല. സാത്താൻ താനും വെളിച്ചദൂതൻ്റെ വേഷം ധരിക്കുന്നുവല്ലോ. ആകയാൽ അവൻ്റെ ശുശ്രൂഷക്കാർ നീതിയുടെ ശുശ്രൂഷക്കാരുടെ വേഷം ധരിച്ചാൽ അതിശയമല്ല. അവരുടെ അവസാനം അവരുടെ പ്രവൃത്തികൾക്ക് ഒത്തതായിരിക്കും. 2 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ ആഴത്തിൽ എഴുതിയിരിക്കുകയാണ്, നമ്മളെ അവനാക്കിയിരിക്കുന്നത് നിർമ്മല കന്യകകളെ പോലെയാണ്. ഏകാഗ്രതയോടും നിർമ്മലതയും നമ്മുടെ വഷളായി പോകുന്നു. കാരണം ദൈവസഭയിൽ ശുശ്രൂഷക്കാർ കുറഞ്ഞു വരുന്നു. പൈസയ്ക്ക് വേണ്ടി, ദ്രവ്യാഗ്രഹത്തിന് വേണ്ടി ഫേമസ് ആകാനും ഓടുന്ന ദൈവദാസന്മാർ, അപ്പോസ്തലന്മാർ നിങ്ങളെ വഞ്ചിക്കുന്നുവെങ്കിൽ നിങ്ങൾ അതെല്ലാം വിട്ട് ഓടി ക്രിസ്തുവിനോട് ചേരുവിൻ. വചനം വായിക്കുവിൻ, ആത്മാവിൽ പ്രാർത്ഥിക്കുവിൻ, എരിവുള്ളവരായിരിക്കുവിൻ. ബഹളത്തിലല്ല ദൈവം പ്രസാദിക്കുന്നത്, എൻ്റെ ഹൃദയത്തിലാണ്. ഇന്ന് ബിൽഡിങ്ങിൻ്റെ അകത്ത് കോപ്രായങ്ങൾ കാണിക്കുന്നതിലല്ല ദൈവം പ്രസാദിക്കുന്നത്, നിൻ്റെ ഉള്ളത്തിലിരുന്നാണ് പ്രസാദിക്കുന്നത്. പൗലോസ് അപ്പോസ്തലനും യേശു കർത്താവും വരച്ചെന്ന വഴിയിലൂടെ നടക്കാത്ത ഒറ്റ ഒരെണ്ണത്തിൻ്റെ പുറകെ പോകാതെ 2026 നീ അടങ്ങി വീട്ടിലിരുന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ച് ജയമെടുത്ത് നീ കിരീടം പ്രാപിക്കണമെങ്കിൽ നീ വചനത്തിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങി വാ. പ്രൈസ് ദി ലോർഡ്.